രാജ്യത്തെ ആധ്യാത്മിക മണ്ഡലത്തിലെ സൂര്യതേജസ് സർവാരാധ്യനായിരിക്കുന്ന ഭാഗവതോത്തംസം ശിവാഗമ ചൂടാമണി അഡ്വക്കേറ്റ് ടി ആർ രാമദാസൻ സാറിൻ്റെ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേദാന്ത ജ്യോതിസ് ടി വിയുടെ VJ TV പ്രഥമ സത്സംഗം ഇവിടെ ആരംഭിക്കുകയാണ്. നമസ്കാരം സാർ. ഗണേശ തത്വം എന്നാൽ എന്താണ് സാർ? ഗണേശ തത്വം, ഗണപതി ആരാണെന്നും ഗണേശൻ ആരാണെന്നും ആദ്യം നമ്മൾ അറിയണം. ഗണങ്ങളുടെ പതിയാണ് നമ്മൾ ഗണേശനെന്നും ഗണപതി എന്നും പറയുന്നത്. ഗണേശൻ ഗണങ്ങളുടെ പതിയാവുമ്പോൾ ഗണങ്ങൾ ഏതാണെന്നറിയാം. അപ്പോൾ ഗണങ്ങൾ എന്ന് പറയുന്നത് ആകാശം മുതൽ ഭൂമി വരേക്കുള്ള പഞ്ചഭൂത തത്വമാണ്. അപ്പോൾ മഹാഗണങ്ങൾ, മഹാഭൂതങ്ങൾ, ഈ മഹാഭൂതങ്ങളാണ് സത്യത്തിൽ ഗണമായിട്ട് പറയുന്നത്. അതിൻ്റെ അധിപനാണ് ഗണാധിപനെന്നോ ഗണേശനെന്നോ ഗണപതിയെന്നോ പറയുന്ന ഈശ്വര സ്വരൂപം. അതാണ് സത്യത്തിൽ ഗണേശൻ. അപ്പോൾ അദ്ദേഹത്തെ ആരാധിക്കുന്നത് ഈ പഞ്ചമഹാഭൂതങ്ങളെ വാസ്തവത്തിൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ആകാശം, അത് കഴിഞ്ഞ് വായു, പിന്നെ അഗ്നി, അത് കഴിഞ്ഞ് ജലം, പിന്നെ ഭൂമി എന്ന് പറയുന്ന ഈ പഞ്ചമഹാഭൂതങ്ങൾ, അവയുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ ജീവിതം ധന്യമാകൂ. അതിൻ്റെ ആധിപത്യം കൽപ്പിച്ചിരിക്കുന്നതാണ് ഗണപതി. നമ്മൾ സാധാരണ ഗണപതിയെ ഉപാസിക്കുന്നത് തന്നെ ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാ ബ്രഹ്മണസ്പദ ആനശൃണ്ണന്നോധിഭിസീത സാധനം. ഇതാണ് ഗണപതിയെ നമ്മൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ആവാഹിച്ച് അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ഉപാസിക്കാനുള്ള ഒരു സൂക്തത്തിലെ ആദ്യത്തെ ഇർക്ക് എന്ന് പറയും. ഇർക്ക് എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ ഓരോരോ ഭാഗങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഗണപതിയെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്, ഈ ഇർക്ക് വെച്ച് ചെയ്യുന്നത് നമ്മുടെ വള്ളത്തോൾ എന്ന് പറയുന്ന മഹാകവി, അദ്ദേഹം അത് മലയാളത്തിലാക്കി തന്നിരിക്കുന്ന ശ്രദ്ധേയമാണ്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലാക്കി തന്നിരിക്കുന്നത് ഒന്ന് കേട്ടാൽ ഇതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാവും. അദ്ദേഹം മലയാളത്തിലാക്കിയത് വിളിപ്പൂ കവികൾക്ക് കവിയായി, കവികൾക്ക് കവിയായി, ഗണങ്ങൾക്ക് വിഭുവായി. അപ്പോൾ ഗണങ്ങൾ പഞ്ചഭൂതങ്ങളാണ്. ഉത്കൃഷ്ടാന്നം വാക്യം അങ്ങയെ ഞങ്ങൾ ബ്രഹ്മണസ്പതേ ബ്രഹ്മസ്വാമി മുമ്പരിൽ മുമ്പൻ, മുമ്പരിൽ മുമ്പൻ അങ്ങ് അസ്മൽ സ്തുതി കേട്ട്, അസ്മൽ സ്തുതി ഞങ്ങളുടെ സ്തുതി, അസ്മൽ സ്തുതി കേട്ട് വാഴുക രക്ഷയ്ക്കായി ഗ്രഹേ. ഇതാണ് എൻ്റെ മലയാളീകരണം. ഞാൻ ആദ്യം ചൊല്ലിയ ആ ഇർക്കില് ഗണങ്ങളുടെ അധിപതിയായിട്ടുള്ള ഗണപതിയെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗണപതിയെ നമ്മൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ഈശ്വരതത്വത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്. ഇനി മറ്റൊരു സംഗതി, ഗണപതി എന്ന് പറയുന്നത് പ്രഥമ ഗണനീയൻ എന്ന് പുരാണങ്ങൾ ഘോഷിക്കും. പ്രഥമ ഗണനീയൻ എന്ന് പറഞ്ഞാൽ ആദ്യം പൂജിക്കേണ്ടത് ഗണപതിയാണ്. നമ്മൾ മറ്റ് ദേവതകളെ ഉപാസിക്കുന്നതിന് മുമ്പ് ആദ്യം ഉപാസിക്കേണ്ടത് ഗണപതിയെ തന്നെ എന്ന് പ്രത്യേകിച്ചും എല്ലാ പുരാണങ്ങളും അതിനൊരു കഥ പോലും പറയുന്നുണ്ട്. പാർവതീ പരമേശ്വരന്മാരെ സകല ദേവന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് അതിൽ പ്രഥമഗണനീയൻ ആര് എന്ന് നിശ്ചയിക്കുന്നത് ഒരു പന്തയം വെച്ചുകൊണ്ടാണ്. ആ പന്തയത്തിൽ ദേവന്മാർ ഓരോരുത്തരും അവരവരുടെ വാഹനത്തിലോ അല്ലെങ്കിൽ ഇതര മാർഗം അവലംബിച്ചുകൊണ്ടോ പ്രപഞ്ചത്തെ ചുറ്റി ആദ്യം ആരാണോ എൻ്റെ മുൻപിൽ വരുന്നത് അയാളായിരിക്കും പ്രഥമഗണനീയൻ എന്ന് പറഞ്ഞപ്പോൾ ഗണപതി തൻ്റെ മൂഷിക വാഹനം, തൻ്റേതായിട്ടുള്ള ആ എലിയുടെ പുറത്ത് കയറി അച്ഛനമ്മമാരെ ഒരു വലം വെച്ച് മുൻപിൽ വന്ന് നിന്നിട്ട് ഞാൻ ലോകം ചുറ്റിക്കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. അപ്രകാരം ലോകത്തെ തൻ്റെ അച്ഛനമ്മമാരായിട്ട് കാണുകയും പാർവതീ പരമേശ്വരന്മാർ ജഗന്മാതാവും ജഗൽപിതാവുമാണ്. അപ്പോൾ അവരെ തൻ്റെ ജഗത്തായിട്ട് കണ്ട് ലോകത്തെ ചുറ്റി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചു വന്ന ബുദ്ധിയുടെ പൂർണ്ണത ഉള്ള ഗണപതിക്ക് പ്രഥമഗണനീയൻ എന്ന സ്ഥാനം കൊടുത്തത് അപ്പോഴാണ്. ഇങ്ങനൊരു കഥ ശിവപുരാണത്തിൽ കാണുന്നുണ്ട്. അവ എല്ലാ തരത്തിലും പ്രഥമഗണനീയൻ എന്ന് പറയുന്ന എല്ലാവരും ആദ്യം ആദരിക്കേണ്ടത് ഈ ഗണപതിയെ ആണെന്ന് പരമേശ്വരനും പാർവതിയും കൂടി നിശ്ചയിച്ചുറപ്പിച്ച സംഗതിയാണ്. അതൊന്ന്. ഇനി മറ്റൊരു സംഗതി, ഗണപതി എന്ന് പറയുന്നത് പാർവതീ പരമേശ്വരന്മാരുടെ പുത്രൻ എന്നുള്ള മട്ടിൽ അപ്പോൾ തോന്നും. പാർവതീ പരമേശ്വരന്മാരുടെ മകൻ എന്നുള്ള രീതിയിലാണ് ഗണപതി പ്രപഞ്ചത്തെ ചുറ്റാനായിട്ട് എലിയുടെ പുറത്ത് കയറി അച്ഛനമ്മമാരെ പ്രദക്ഷിണം വെച്ച് അങ്ങനെ പ്രഥമഗണനീയനായി എന്ന് പറയുമ്പോൾ അവരുടെ മകൻ ഗണപതി എന്നുള്ള മട്ടിലേക്ക് വരും. പക്ഷേ ഹൈന്ദവ സമ്പ്രദായത്തിൽ,
അത് ഒന്നുകൂടി വിശദമാക്കിയാൽ സനാതന മാർഗത്തിൽ. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ആ സംസ്കാരത്തിൽ ഗണപതി എന്ന് പറയുന്നത് നേരത്തെ ചൊല്ലിയ ഗണാനാം ത്വം ഗണപതി എന്നുള്ള പ്രയോഗം കൊണ്ട് തന്നെ അത് ഈ പറയുന്ന പാർവതീ പരമേശ്വരന്മാരുടെ മകൻ എന്നുള്ള മട്ടല്ല, അതിനേക്കാൾ ബൃഹത്താണ്. അതിനേക്കാൾ വലിയൊരു സംഗതിയാണ് പ്രത്യേകിച്ചും ഗണാനാം ത്വം ഗണപതിയും എന്ന് പറയുന്ന ആ തത്വത്തിൽ ഉള്ളത്. അപ്പോൾ ഗണേശ തത്വത്തിൽ പലരും പല രീതിയിൽ ഇങ്ങനെ തത്വങ്ങൾ അവതരിപ്പിക്കാറുണ്ട് എങ്കിൽ കൂടി ഗണപതിയെ ആദ്യം ഉപാസിച്ചേ മതിയാകൂ. ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടദേവതമാരെ മറ്റ് ഇതര ദേവന്മാരെ ആരാധിക്കുമ്പോഴും തീർച്ചയായിട്ടും ഗണപതിയെ ആദ്യം ഉപാസിച്ചിരിക്കണം. അങ്ങനെയുള്ള ഗണപതി പലതരത്തിൽ അവതരിക്കുന്നുണ്ട്. പാർവതീ പരമേശ്വരന്മാർ പിടിയാനയും കൊമ്പനാനയുമായിട്ട്, അതായത് പാർവതീ ദേവി പിടിയാന, മഹേശ്വരൻ കൊമ്പനാന, ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ക്രീഡിച്ചപ്പോൾ അവർക്കൊരു കുട്ടി ജനിച്ചു. അതാണ് ഗണപതി എന്നൊരു കഥ പുരാണങ്ങളിലുണ്ട്. അതുകൂടാതെ പാർവതീ ദേവി തൻ്റെ ശരീരത്തിലെ മെഴുക്കും അഴുക്കും ഇതെല്ലാം തന്നെ ഉരുട്ടിക്കൂട്ടി അതിൽ നിന്ന് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിൽ പ്രാണനെ പ്രവേശിപ്പിച്ച് തൻ്റെ പുത്രൻ എന്നുള്ള മട്ടിൽ ഒരു ഗണപതിയെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഗണപതിയെ സൃഷ്ടിച്ച് തൻ്റെ കാവൽക്കാരനായിട്ട്, അന്തഃപുരത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിയോഗിച്ച ആ കുട്ടിയുമായിട്ട് ശിവഭൂതങ്ങൾ ഇങ്ങനെ മല്ലിടുന്നതും ഒടുവിൽ ശിവൻ തന്നെ തൻ്റെ തൃശൂലം ഉപയോഗിച്ചുകൊണ്ട് ശിരസ് അറക്കുന്നതുമായിട്ടുള്ള കഥയും നമ്മൾ ശിവപുരാണത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ശിരസറ്റുപോയ ആ കുട്ടിയെ കണ്ട് പ്രകൃതി എന്ന് പറയുന്ന ദേവി അഥവാ ഈ പരമേശ്വരി താണ്ഡവമാടിക്കൊണ്ട് പ്രപഞ്ചത്തെ തന്നെ ഉന്മൂലനാശം വരുത്തും എന്നുള്ള മട്ടിലേക്ക് മാറിയപ്പോൾ സാക്ഷാൽ പരമേശ്വരൻ ഒരാനയുടെ തല വെച്ച് കൊടുത്ത് ഈ കുട്ടിയെ ജീവിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഗണപതി തല ആനത്തലയായിട്ട് വന്നു എന്നൊരു കഥയും നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ഗണപതിയെ സംബന്ധിച്ച അനവധി കഥകൾ നമ്മൾ കാണുന്ന കൂട്ടത്തിലാണ് പിന്നാലെയാണ് ഈ പറയുന്ന ആനത്തല വന്നതെന്നുള്ള കഥയും അതെല്ലാം ആനത്തലയോടുകൂടി ജനിച്ചു എന്നുള്ള കഥയും ഇതെല്ലാം തന്നെ ശിവനും പാർവതിയും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാർവതീ പരമേശ്വരന്മാരുടെ ബന്ധം കൂടാതെ തന്നെ ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടാണ്, അതായത് പരബ്രഹ്മസ്വരൂപമായിട്ടാണ്. അവിടെയാണ് വാസ്തവത്തിൽ ഗണപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഥർവശീർഷം. അപ്പോൾ ഗണപതിയുടെ ഗണേശ അഥർവശീർഷം എന്ന് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഇർക്കുകളുള്ള, അതായത് മന്ത്രധ്വനികളാണ്, അതെല്ലാം ഉള്ള ഒന്നിൽ ശാന്തിപാഠം ജപിച്ചുകൊണ്ട് പറയുന്നത്. ആദ്യം ശാന്തിപാഠമാണ്. ഓം ഭദ്രം കർണേഭിശൃണയാമ ദേവ ഭദ്രം പശ്യേമക്ഷഭിർയജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ടവാ സ്വസ്തനോഭി വ്യശേമദ്ദേവഹിതം യയായു സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവ സ്വസ്തിന പൂഷാ വിശ്വദേവ സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തിനോ ബൃഹസ്പതി ദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ആ അഥർവശീർഷത്തിൽ പിന്നെ വരുന്ന ശ്രദ്ധേയമാണ്. ഓം നമസ്തേ ഗണപതയേ ത്വമേവ പ്രത്യക്ഷം തത്വമസി. വേദാന്തമായി. അപ്പോൾ തത്വമസി എന്ന് പറയുന്ന അത് നീയാകുന്നു എന്ന് പറയുന്ന തത്വമാണ് ഗണപതി. അത് നീയാകുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയുകയാണ് ഗണപതി. വീണ്ടും ത്വമേവ കേവലം കർത്താസി, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം നീയാണ് എന്ന്. പിന്നെ ത്വമേവ കേവലം ധർത്താസി, ഇതിൻ്റെ സ്ഥിതിക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരനും നീയാണ് എന്ന്. മൂന്നാമത് ത്വമേവ കേവലം ഹർത്താസി, ഇതിനെ സംഹരിക്കാനും നീ തന്നെയാണ് കാരണക്കാരനും. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, രുദ്ര എന്ന് പറയുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളുടെ ഉടമസ്ഥനായിട്ട് മാറിയില്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമല്ല ഗണപതിക്കുള്ളത്. ത്വമേവ സർവം ഖല്ലിതം ബ്രഹ്മാസി. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സർവം ഖലു ഇതം, സർവം ഖലു ഇതം ബ്രഹ്മ എന്ന് പറയുന്ന ആ വേദാന്ത ധ്വനി അതുകൂടി ഇവിടെ ആരോപിച്ചു ഗണപതിയിൽ. എന്തു പറഞ്ഞു? സർവം ഖല്ലിതം ബ്രഹ്മാസ്മി ത്വം ഏവ, നീ തന്നെയാണ് ഈ കാണുന്ന സകലതും. എന്നിട്ടോ ത്വം സാക്ഷാദാത്മാസി നിത്യം, നീ ആത്മാവാണ്. അപ്പൊ ഈ ആദ്യത്തെ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോഴേ തന്നെ നമുക്കറിയാം ഗണപതി എന്ന് പറയുന്നത് വെറും നിസ്സാരമായിട്ടുള്ളൊരു അവതാര സ്വരൂപമല്ല, സാക്ഷാൽ ഈശ്വരനാണ് എന്ന്. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും എന്ന് പറയുമ്പോൾ യതോവ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി വിസംവിശന്തി തത് വിജിജ്ഞാസസ്വത ബ്രഹ്മേതി എന്ന് ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്ന ബ്രഹ്മതത്വം തന്നെയാണ് ഈ ഗണപതി എന്ന് കാണാം. ഇതൊന്നും ഇതുപോലെ അനവധി കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. എല്ലാ തരത്തിലും ത്വം വാങ്മയസ്ത്വം ചിന്മയ,
അത് വാങ്മയ സ്വരൂപമാണ് നീ എന്ന്, അക്ഷരസ്വരൂപം. പ്രപഞ്ചത്തിലേക്ക് പ്രണവത്തിലൂടെ കടന്നു വന്ന അക്ഷരമാലയിൽപ്പെട്ട സകല അക്ഷരങ്ങളും നീയാണ്. ചിന്മയത്വം, ആനന്ദമയസ്ത്വം, ബ്രഹ്മമയസ്ത്വം. നീ ആനന്ദസ്വരൂപനാണ്. അതുപോലെ ബ്രഹ്മം ആണ്, ഈശ്വരനാണ്. ആനന്ദൻ എന്ന് പറയുമ്പോൾ നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്ന അവസ്ഥ ഈശ്വരൻ്റെതാണ്. അതേ രീതിയിൽ സച്ചിദാനന്ദ അദ്വിതീയോസി, വീണ്ടും ആവർത്തിച്ചത് ഉറപ്പിക്കുന്നുണ്ട്. ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, നീ പ്രത്യക്ഷ ദൈവം. ത്വം ജ്ഞാനമയോ വിജ്ഞാനമയോസി, ജ്ഞാനമയനാണ്, വിജ്ഞാനമയനാണ്. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം വളരെ ഏറെയുണ്ട്. ജ്ഞാനം സാമാന്യമായിട്ടുള്ള അറിവ്, വിജ്ഞാനം വിശേഷണയുള്ള അറിവാണ്. സർവം ജഗതിദം തത്വ അജായതേ, വീണ്ടും ആവർത്തിക്കുകയാണ്. ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ എന്ന് പറയുന്നതിന് പകരം സൃഷ്ടിക്കുന്നു, പാലിക്കുന്നു, സംഹരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ തത്വാജായതേ സർവം ജഗതിദം, ഈ ജഗത്ത് മുഴുവൻ വാസ്തവത്തിൽ ജനിക്കുന്നത് നീ കാരണം. ത്വത്തത്തിഷ്ഠതി സർവം ജഗതിദം, ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്ന നീ കാരണം. അതുപോലെ ത്വയി ലയമേഷ്യതി സർവം ജഗതിദം, ആ ലോകം മുഴുവൻ ലയിച്ചൊളിവിച്ചേരുന്ന നിന്നിലാണ്. അപ്പം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, വായിച്ചു പോയ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെന്ന് പറയുന്ന സൃഷ്ടിസ്ഥിതി സംഹാരാദി കാര്യങ്ങൾക്ക് ഉടമസ്ഥതയുള്ള ഈശ്വര സ്വരൂപമാണ് ഈ പറയുന്ന ഗണപതി എന്ന് തോന്നുന്നു. വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, ത്വം ഗുണത്രയാതീത, ഗുണത്രയങ്ങൾ രാജസം, സാത്വികം, താമസം എന്ന് പറയുന്ന ഗുണങ്ങളാണ്. രാജസം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റേത് സൃഷ്ടിക്കാനുള്ളതാണ്. സാത്വികം എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റേത് പാലിക്കാനുള്ളതാണ്. താമസം എന്ന് പറയുമ്പോൾ രുദ്രൻ്റേത് സംഹരിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ത്വം ഗുണത്രയാതീത, ഈ പറയുന്ന മൂന്ന് ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, രുദ്രനാണ്, സൃഷ്ടിയാണ്, സ്ഥിതിയാണ്, സംഹാരമാണെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഗുണത്രയങ്ങൾക്ക് അതീതനാണ്. ഈ ഗുണത്രയങ്ങൾക്ക് അതീതനാവുമ്പോൾ നിർഗുണഭാവമാണ്. അതിനെ തുരീയ എന്നൊരു പ്രയോഗം വേദാന്തത്തിലുണ്ട്. തുരീയ എന്ന് പറയുന്നത് നാലാമത്തെ ഭാവമാണ്. അപ്പം ഇങ്ങാരാണ്? ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, രുദ്രനാണ്. അത് കഴിഞ്ഞ് തുരീയ ഭാവത്തിലുള്ള സാക്ഷാൽ ഈശ്വരനാണ്. വീണ്ടും പറയണം, ത്വം അവസ്ഥത്രയാതീത, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥത്രയം അതിനും അതീതനാണ്, അതും തുരീയ. ത്വം ദേഹത്രയാതീത, നീ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന് പറയുന്ന ആ മൂന്ന് ശരീരങ്ങൾക്കും അതീതനാണ്, അതും തുരീയാവസ്ഥ. ത്വം കാലത്രയാതീത, ഭൂതം, വർത്തമാനം, ഭാവി എന്ന് പറയുന്ന മൂന്ന് കാലങ്ങൾക്കും അതീതൻ, അപ്പോഴും എന്താ ഈ കാലാതീതൻ? കാലാതീതൻ എന്ന് പറയുമ്പോൾ തുരീയ, അതും നാലാമത്തേത്. ത്വം മൂലാധാര സ്ഥിതോസി നിത്യം, ഗണപതിയെ സംബന്ധിച്ച് നാം യോഗാമാർഗത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞു ഉറപ്പിക്കുന്നത് മൂലാധാരസ്ഥനാണെന്നാണ്. നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാകാണ്ഡത്തിൻ്റെ ഏറ്റവും പര്യവസാനം എന്ന് പറയുന്ന ഒടുവിലത്തെ ഭാഗത്താണ് മൂലാധാരം. ആ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഈശ്വര സ്വരൂപമാണ് ഗണപതി. അതുകൂടെ പറഞ്ഞു, മൂലാധാര സ്ഥിതോസി നിത്യം. ത്വം ശക്തിത്രയാത്മക, നീ വാസ്തവത്തിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന ആ ശക്തിത്രയങ്ങളുടെ ഒക്കെ ഉടമസ്ഥനക്കാണ്. നിന്നെയാണ് യോഗിനോ ധ്യായന്തി നിത്യം, യോഗികളെല്ലാവരും നിന്നെയാണ് ധ്യാനിക്കുന്നത്. ത്വം ബ്രഹ്മ, വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്, നീ ബ്രഹ്മാവാണ്, സൃഷ്ടികർത്താവ്, അതായത് രാജസഗുണത്തിൻ്റേത്. ത്വം വിഷ്ണു, അപ്പം നീ വിഷ്ണുവാണെന്ന് പറയുമ്പോൾ സാത്വികം, സ്ഥിതിയുടേത്. രുദ്രസ്ത്വം, നീ മൂന്നാമത്തെ ആ താമസഗുണത്തിൻ്റെ ഉടമസ്ഥരാണ്. ഇന്ദ്രസ്ത്വം, കിഴക്കിൻ്റെ അധിപതി ഇന്ദ്രൻ, ദേവന്മാരുടെ നേതാവ്. അഗ്നിസ്ത്വം, അഗ്നി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. അഗ്നി വാസ്തവത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുക മാത്രമല്ല, പ്രപഞ്ചത്തിൽ മുഴുവൻ ഉള്ളതുമാണ്. അപ്പോൾ വെള്ളത്തിലുണ്ട് അഗ്നി, അതുപോലെ മരങ്ങളുടെ ഇടയിലും കാട്ടിലായാലും നാട്ടിലായാലും എല്ലാം അഗ്നിയുണ്ട്. അഗ്നിസ്ത്വം, വായുസ്ത്വം, പഞ്ചഭൂതങ്ങളിൽ അഗ്നി പോലെ തന്നെ വായു. സൂര്യസ്ത്വം, ചന്ദ്രമാസ്ത്വം, അപ്പോൾ സൂര്യേന്ദ്രന്മാർ അതും നീയാണ്. ബ്രഹ്മ, നീ ബ്രഹ്മമാണ്. ഭൂർഭുവസ്വരോം എന്ന് പറയുന്ന വ്യാഹൃതി, അതും നീയാണ്. ഗണാദിം സൂര്യം, സർവം ഉച്ചാര്യവർണാദിയും സദനന്തരം നനുസ്വാര, അപ്പം നമ്മൾ ഉച്ചരിക്കുന്ന സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വേണ്ട എല്ലാം തന്നെ നീയാണ്. അപ്പം ഈ ഗണപതിയുടെ തത്വത്തെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്കൊരു 100 ദിവസം ഇരുന്ന് പറയാനുള്ള സംഗതികളുണ്ട്. അതായത് ഗണപതിയെ അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത്. ക്ഷേത്രങ്ങളിൽ ഒരു മൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ശബരിമല ചെല്ലുമ്പോൾ കന്നിമൂല ഗണപതി മൂലയ്ക്ക് ഇങ്ങനെ വെച്ചിരിക്കുക. അതുപോലെ പമ്പയിലായാലും അതുപോലെ ഏത് ക്ഷേത്രത്തിലായാലും കന്നിമൂലയിൽ ഇങ്ങനെ ഒരു ഗണപതിയെ പ്രതിഷ്ഠിക്കും. പക്ഷേ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടല്ല ഗണപതിയെ നമ്മൾ ആരാധിക്കുന്നത്. ഗണപതി ഇല്ല എങ്കിൽ ഒന്നുമില്ല എന്ന് ചുരുക്കം. ഗണപതിയാണ് എല്ലാത്തിലും. നമുക്ക് ഒറ്റ വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ ആൾ ഇൻ ആൾ. അപ്പം എല്ലാ തരത്തിലും എല്ലാം എന്ന് പറയുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഗണപതി മാത്രമാണ്. ഗണപതിയിൽ എല്ലാം ഉണ്ട് എന്നിവിടെ കണ്ടില്ലേ.
അപ്പോൾ അതേ രീതിയിലുള്ള മന്ത്രവും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഗംഗണപതയേ നമ, ഓം ഗംഗണപതയേ നമ, അദ്ദേഹത്തെയാണ് നാം ഉപാസിക്കേണ്ടത്. കാരണം അദ്ദേഹമാണ് ആത്യന്തികമായിട്ടുള്ള ഈ ഈശ്വര സ്വരൂപം, ബ്രഹ്മസ്വരൂപം. അതാണ് ഗണപതിയുടെ പ്രധാനപ്പെട്ട തത്വം. കഥകളിലേക്ക് കിടക്കുമ്പോൾ പലതരം ഗണപതിമാര് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. 36 തരം ഗണപതിമാര് തന്ത്രവിദ്യയിലും മറ്റും. അതുപോലെ വിഗ്രഹങ്ങൾ മെനഞ്ഞെടുത്ത് ആ ഗണപതിമാരെ എല്ലാം നമ്മൾ ഇങ്ങനെ പൂജിക്കാറുണ്ട്, പടങ്ങൾ വരച്ചു വെച്ചു. അങ്ങനെ പലതരത്തിലുള്ള ഗണപതിമാരെ ഇങ്ങനെ വരച്ചു വെക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം തന്നെ തത്വം ഒന്നാണ്. തത്വം സാക്ഷാൽ ഈശ്വരനാണ് എന്ന്. അങ്ങനെ ഈശ്വരനാണെന്ന് അദ്ദേഹത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഗണേശനാര്, ഏകദന്തനാര്, ഹേരമ്പനാര്, അതുപോലെ വിഘ്നായനാര്, ലംബോദരനാര്, ശൂർപ്പകർണനാരാണ്, ഗജപത്രനാര്, അതുപോലെ ഗുഹാഗ്രജനാര്, ഇങ്ങനെയെല്ലാം തന്നെ വ്യത്യസ്ത പേരുകൾ പറയുന്നവരെയും പുരാണം എടുത്തു പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ജ്ഞാനാർത്ഥവാചകോ ഗശ്ച, ഗണേശൻ എന്ന് പറയുന്ന നാമത്തില് ജ്ഞാനം അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഗ, അറിവ്. അപ്പോൾ വെറും അറിവല്ല, വെറും ഇൻഫർമേഷൻ അല്ല, പരിപൂർണമായിട്ട് അറിയേണ്ട വസ്തുതകളെല്ലാം തന്നെ അറിഞ്ഞുണ്ടാകുന്ന അറിവാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിൻ്റെ വാക്കാണ് ഗ. ഇനി നശ്ച നിർവാണവാചക, ന എന്ന് പറയുന്ന നിർവാണം, മോക്ഷം. അപ്പോൾ ഗ ജ്ഞാനമാണ്, ന നിർവാണത്തിൻ്റെതായിട്ടുള്ള വാക്കാണ്. തയോരീശം പരം ബ്രഹ്മ, അതിൻ്റെ ഈശ്വരൻ. അപ്പോൾ എന്തിൻ്റെ? ജ്ഞാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഗകാരം കൊണ്ടും നകാരം കൊണ്ടും അത്തരത്തിലുള്ള ആ 2 ശബ്ദങ്ങളുടെയും ഈശ്വര സ്വരൂപമായതുകൊണ്ട് ഗണേശൻ. അപ്പോൾ നമ്മൾ വെറുതെ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ പോരാ. നമ്മൾ എല്ലാവരും തന്നെ ജ്ഞാനം ആർജിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗണപതി അനുഗ്രഹിക്കണം. അതുപോലെ ഈ നകാരം കൊണ്ട് വന്നിരിക്കുന്ന നിർവ്വാണമാണ്, മോക്ഷമാണ്. നമ്മൾ ജനിച്ചത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യരെല്ലാവരും തന്നെ പുരുഷാർത്ഥം എന്ന് പറയുന്ന 4 കൂട്ടം കാര്യങ്ങളിൽ ധർമ്മമനുഷ്ഠിച്ച് അർത്ഥകാമങ്ങൾ നേടി ഒടുവിൽ മോക്ഷത്തിൽ ചെന്ന് ചേരണം. ആ മോക്ഷം വേണമെങ്കിലും ആര് വേണം? ഗണപതി വേണം. അതിൻ്റെ എല്ലാം ഈശ്വരനാണ് ഗണേശൻ. അതാണ് ജ്ഞാനാർത്ഥവാചകോ ഗശ്ച നശ്ച നിർവാണവാചക തയോരീശം പരം ബ്രഹ്മ ഗണേശം പ്രണമാമ്യഹം. അപ്പോൾ കടന്നു ചിന്തിക്കേണ്ട ഒരു പ്രത്യേക വിഷയവും അതുപോലെ നമ്മുടെ സനാതന നമസ്കാരത്തിൽ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഈശ്വര സ്വരൂപമോ ഉപാസന മൂർത്തിയെന്നോ ഉപാസന വൈഭവം നമുക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണ് ഗണപതിയുടേത്. ഇനി ഏകദന്തനാരെന്ന് പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ചില പ്രയോഗങ്ങളാണ്. ഏക ശബ്ദ പ്രധാനാർത്ഥോ, ഏകം എന്ന് പറഞ്ഞാൽ പ്രാധാന്യത്തെ കാണിക്കുകയാണ്. ഏകം, ഒന്ന് എന്ന് വെറുതെ സാധാരണ അർത്ഥം പറഞ്ഞ പോലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഏകം. ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് സംസ്കൃതത്തിൽ ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് മാത്രം അർത്ഥം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. അത് ഏറ്റവും പ്രാധാന്യമുള്ളത്, അതുകൊണ്ട് ഏകം ഇല്ലേ. അപ്പോൾ ഈ പറയുന്ന നാനാവിധത്തിൽ നമ്മൾ പറഞ്ഞാലും ഏകം എന്ന് പറയുന്നത്, ഏകം പറയുന്നത് നാനാവിധത്തിൽ പറയുന്നു. ഏകം സത്ത് ഇല്ലേ. നാനാവിധത്തിൽ സത്ത് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന്. ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ടത് ഒന്നേ ഉള്ളൂ. ആ സത്തായിരിക്കുന്ന സംഗതിയാണ് ഏകം. ദന്തശബലവാചക, ദന്തം കൊണ്ട് ഉദ്ദേശിക്കുന്ന പല്ല്, കൊമ്പ് രണ്ടും പറയാം. അപ്പോൾ ഏതായാലും അത് ഉദ്ദേശിക്കുന്നത് ബലത്തെയാണ്. അപ്പോൾ ദന്തം ബലമാണ്, ഏകശബ്ദം കൊണ്ട് പ്രധാനം. അപ്പോൾ പ്രാധാന്യം അറിയിക്കുന്ന പ്രധാനമുള്ള അല്ലെങ്കിൽ വളരെയേറെ പ്രാധാന്യമുള്ള ബലം, അത് രണ്ടും ഉള്ള ബലം പ്രധാനം സർവസ്മാത് ഏകദന്തം നമാമ്യഹം. അപ്പോൾ എല്ലാ തരത്തിലും പ്രാധാന്യമുള്ളത് എന്താ? ബലം. ആ ബലത്തിൻ്റെ ദേവതയാരാ? ഗണപതി. അപ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ബലം പകർന്നു തരുന്നവൻ ഗണപതി, നമുക്കെല്ലാവർക്കും ജ്ഞാനം പകർന്നു തരുന്നവൻ, മോക്ഷം പ്രദാനം ചെയ്യുന്നവൻ ഗണപതി. ഇതാണ് 2 മന്ത്രങ്ങൾ, 2 പേരുകൾ കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഹേരമ്പൻ, വേറൊരു പ്രയോഗം. ദീനാർത്ഥവാചകോ ഹേശ്ച, ഹേ എന്ന് പറയുന്ന ആ വാക്ക് അല്ലെങ്കിൽ ആ അക്ഷരം കൊണ്ട്, അത്തരത്തിലുള്ള ശബ്ദം കൊണ്ട് ദീനാർത്ഥവാചകം, ദീനന്മാർ, വളരെയേറെ ദുഃഖിതന്മാർ, അങ്ങനെയുള്ളവരെയാണ് ഹേ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീനാർത്ഥവാചകോ ഹേശ്ച. രംഭ, പാലകവാചക. രംഭ എന്ന് പറയുമ്പോൾ പാലക ശബ്ദമാണ്. അപ്പോൾ ദീനന്മാരെ, ദുഃഖിതന്മാരെ എല്ലാം തന്നെ പാലിക്കുന്ന ആയതുകൊണ്ട് ദീനാനാം പാലകം തം ച, ദീനന്മാരെ ദുഃഖിതന്മാരെ എല്ലാവരെയും പാലിക്കുന്നത് കൊണ്ട് ഹേരമ്പം പ്രണമാമ്യഹം, ഹേരമ്പൻ എന്ന പേര് കിട്ടി. നോക്കൂ, ഓരോരോ പേരുകൾ. ഗണേശൻ, ഏകദന്തൻ, ഹേരമ്പൻ. ഇനി വിഘ്നനായകൻ, നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് വിഘ്നനായകൻ. വിപത്തിവാചകോ വിഘ്നോ, ഈ വിപത്തുക്കൾ, ആപത്തുകളെല്ലാം തന്നെ അതാണ് വിഘ്നം. അപ്പോൾ വിഘ്നം കൊണ്ട് ഉദ്ദേശിക്കുന്ന തടസ്സം എന്ന് മാത്രമല്ല, വിപത്തുക്കളെല്ലാം, ആപത്തുകളെല്ലാം തന്നെ. നായക, ഖണ്ഡനാർത്ഥക,
അപ്പോൾ വിഘ്നനായകൻ എന്ന് പറഞ്ഞാൽ വിഘ്നം ഉണ്ടാക്കുന്നവനെന്നല്ല, ആ വിഘ്നങ്ങളെ ഖണ്ഡിക്കുന്നവൻ. അപ്പോൾ നായകൻ എന്ന് പറഞ്ഞാൽ ഖണ്ഡനാർത്ഥകം, മുറിക്കുക ഇല്ലാതെയാക്കുക. ഏതായാലും വിപത്ത് ഖണ്ഡനകർത്താരം, വിപത്ത് അതിനിങ്ങനെ മുറിച്ചു കളയുന്ന ആ കർത്താവായിട്ട് വർത്തിക്കുന്നവനായതുകൊണ്ട് വിഘ്നനായകൻ. ഇനി അടുത്തത് നോക്കൂ, ലംബോദരൻ. വിഷ്ണു ദത്തൈശ്ച വിഷ്ണു കൊടുത്തതാണ്. വിഷ്ണു ദത്തൈശ്ച നൈവേദ്യ, വിഷ്ണു കൊടുത്ത നിവേദ്യം. യസ്യ ലംബോദരം പുര പിത്രാദത്തൈശ്ച വിവിധൈർ വന്ദേ ലംബോദരം ചതം. ലംബോദരം എന്ന് പേര് കിട്ടാൻ കാരണം വിഷ്ണു കൊടുത്ത വിഷ്ണുപ്രസാദം കഴിച്ച് അദ്ദേഹത്തിന് എല്ലാ തരത്തിലും അനുഗ്രഹം കിട്ടിയ അതുകൊണ്ടാണ് ഈ ലംബോദരൻ. ആ ഉദരത്തിന്റെ പ്രത്യേകതയാണ്, ആ പറയുന്ന ആഹാരം കഴിച്ച് അങ്ങനെ ആയിത്തീർന്നു. വിഷ്ണു ദത്തൈശ്ച നൈവേദ്യ യസ്യ ലംബോദരം പുര. നിവേദ്യം കൊടുത്തത്, നിവേദ്യം അർപ്പിച്ചത് വിഷ്ണുവാണ്. ആ വിഷ്ണുവിന്റെ നിവേദ്യം സ്വീകരിച്ചത് പിത്രാദത്തൈശ്ച വിവിധൈർ വന്ദേ ലംബോദരം ചതം. ലംബോദരൻ എന്നുള്ള പേര് അതുപോലെ അന്വർത്ഥമായി. ശൂർപ്പകർണൻ എന്ന് പറഞ്ഞാൽ ശൂർപ്പം മുറമാണ്, മുറം. ശൂർപ്പാകാരോരകർണവും, മുറം പോലെയുള്ള ചെവി. വിഘ്നാപാരണകാരണവും, വിഘ്നങ്ങളെയെല്ലാം തന്നെ നിവാരണം ചെയ്യുന്ന കാരണസ്വരൂപമായിരിക്കുന്ന ചെവി, വളരെ വിസ്തൃതമായിരിക്കുന്ന മുറം പോലെയുള്ള ചെവി. സമ്പദവും ജ്ഞാനരൂപവും ശൂർപ്പകർണം നമാമ്യഹം. അത്തരത്തിലുള്ള ചെവിയുള്ളതുകൊണ്ട് ശൂർപ്പകർണൻ എന്ന് വിളിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഓരോരോ പേരുകൾ ഓരോരോ തരത്തിൽ സിദ്ധമായതാണ്. അപ്പോൾ ഈശ്വരൻ തന്നെ ബൃഹത്തായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ശില്പി, അല്ലെങ്കിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, നിലനിൽക്കുന്നു, എങ്ങനെ ലയിക്കുന്നു, ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്ന ആ തത്വമാണ് ഈ ഗണപതി എന്ന് വന്നു. ഗജഭക്തൻ എന്ന് പറയുമ്പോൾ വിഷ്ണുപ്രസാദ പുഷ്പഞ്ച, ഇത് പണ്ടൊരു കഥയോട് ബന്ധപ്പെട്ടതാണ്. വിഷ്ണുപ്രസാദ പുഷ്പഞ്ചായൻ മൂർധിനി മുനിതത്തകം. ദുർവാസാവ് വിഷ്ണുവിൻ്റെ പ്രസാദം വൈകുണ്ഠത്തിൽ നിന്ന് കിട്ടിയത് ഐരാവതത്തിൻ്റെ തലയിൽ ഇങ്ങനെ വച്ചത്, അത് ദുർവാസാവ് വാസ്തവത്തിൽ കൊടുത്തത്, ഇന്ദ്രൻ വച്ചത്. അങ്ങനെ ഇന്ദ്രൻ അങ്ങനെ ആനയുടെ മുഖത്ത് വെച്ചപ്പോൾ, അല്ലെങ്കിൽ മസ്തകത്തിൽ വച്ചപ്പോൾ തദ് ഗജേന്ദ്രവക്രയുക്തം തം ഗജവക്രം നമാമ്യഹം. അദ്ദേഹത്തിന് ഈ പറയുന്ന വിഷ്ണുപ്രസാദം അങ്ങനെ ആ വക്രത്തിൽ, അതായത് മസ്തകത്തിൽ വച്ചുകൊണ്ട് അദ്ദേഹത്തെ ഗജവക്രൻ എന്ന് പേര് വിളിച്ചു എന്നാണ് നമ്മൾ ഈ പറയുന്ന പ്രയോഗത്തിൽ മനസ്സിലാക്കുന്നത്. പ്രാധാന്യമുള്ള അദ്ദേഹത്തിൻ്റെ മസ്തകം, വിഷ്ണുവിൻ്റെ പ്രസാദം വൈകുണ്ഠത്തിൽ നിന്ന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ തലയിൽ വയ്ക്കുക, അത് ദേവി ഭാഗവത്തിൽ കാണുന്നൊരു കഥയാണ്. അത് മറ്റിതര രീതികളിലുള്ള കഥ അങ്ങനെയല്ല, വേറെ രീതിയിലാണ്. അപ്പോൾ ഏതായാലും തൻ്റെ മസ്തകത്തിൽ വിഷ്ണു പ്രസാദം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത, അത് ഉള്ള ഒരു ശ്രേഷ്ഠത്വം ഈ പറയുന്ന ഗണപതിക്കുണ്ട്. ഗുഹാഗ്രജൻ എന്ന് പറയാൻ കാരണം, ഗുഹൻ എന്ന് പറയുന്ന കാർത്തികേയൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ ജ്യേഷ്ഠൻ, ഗുഹസ്യ ആഗ്രേ. അപ്പോൾ ഈ ഗുഹൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യന് മുൻപ് ജാതോയം ആവിർഭൂതോഹരാലയെ, ശിവന്റെ ആ കൈലാസത്തിൽ ഗുഹൻ എന്ന് പറയുന്ന മുരുകന്റെ മുൻഗാമിയായിട്ട് ജനിച്ചത് കൊണ്ട് ഇദ്ദേഹത്തെ ഗുഹാഗ്രജൻ എന്ന് പറയുന്നു. വന്ദേ ഗുഹാഗ്രജം ദേവം സർവദേവാഗ്രപൂജിതം. അപ്പോൾ ഇതുപോലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന പേരുകളെല്ലാം തന്നെ ഈ ഗണേശ തത്വത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ നിസ്സാരമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയല്ല ഗണപതിയുടേത്. അത് ഗണപതി എന്ന് പറയുന്ന സാന്നിധ്യം തന്നെ വെറുതെ വിളക്ക് വെച്ചാൽ തന്നെ ഗണപതിയുടെ സാന്നിധ്യമായി. കാരണം പ്രത്യേകിച്ച് ആവാഹിക്കുകയോ പ്രത്യേകിച്ച് പൂജിക്കുകയോ പ്രത്യേകിച്ച് നിവേദ്യം കൊടുക്കുകയോ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആ കോലാഹലങ്ങൾ യാതൊന്നും ഗണപതിക്ക് ആവശ്യമില്ല. വെറുതെ നിലത്ത് സാധാരണഗതിയിൽ ഗണപതിയെ സങ്കല്പിക്കുന്നത് തന്നെ 2 തിരിയിട്ട് വിളക്ക് കത്തിച്ചു വെച്ച് മുമ്പിൽ വട്ടത്തിൽ മെഴുകി അവിടെ ഈ വെറ്റില അടയ്ക്ക നാണയം വെച്ച്, അല്ലെങ്കിൽ വെളുത്ത അരി, അതായത് ഉണക്കലരി എന്ന് പറയുന്നത് വെച്ചാൽ ഗണപതി സാന്നിധ്യമായി. അപ്പോൾ ഈ ഗണപതിയുടെ സാന്നിധ്യം സങ്കല്പമാത്രേണ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവിടെ വന്നുകൂടുന്നതാണ്. അത്രമാത്രം അനുഗ്രഹദാതാവ് കൂടിയാണ് ഈ ഗണപതി. ആ ഗണപതിയെയാണ് നമ്മൾ ഇന്ന് എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ പല പല കോലാഹലങ്ങൾ കാട്ടിക്കൊണ്ട് ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഗുണം കിട്ടാതെ പോകുന്നത്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നേരത്തെ നമ്മൾ അഥർവശീർഷത്തിൽ ജപിച്ച മൂലാധാരസ്ഥിതോസി നിത്യം. അപ്പോൾ ഈ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നു നിത്യവും എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് ജനിച്ച മനുഷ്യൻ അധപ്പതിക്കാതിരിക്കണമെങ്കിൽ, തരം താണ താഴത്തേക്ക് ഉരുണ്ടുകീഴാതിരിക്കണമെങ്കിൽ ഗണപതി മൂലാധാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, മൂലാധാരം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു, അതുകൊണ്ട് അവിടത്തിന് പ്രാധാന്യം വന്നു, ഗണപതിക്കും പ്രാധാന്യം വന്നു. ഞങ്ങൾ സാധാരണഗതിക്ക് കർക്കിടക മാസത്തിൽ ഗണപതി ഹവനം രാവിലെ നടത്തുകയും വൈകുന്നേരം ഭഗവതി സേവ നടത്തുകയും ചെയ്യുന്നത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. രക്ഷ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അരോഗമായിരിക്കുന്നൊരവസ്ഥ മാത്രമല്ല, ശത്രുപീഠകളിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കൽ മാത്രമല്ല, ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് രക്ഷയാണ്. അതായത് ശരീരത്തിൽ കുടുങ്ങിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ, ആ
അത് സ്വതന്ത്രമാകുന്നതും രക്ഷയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളെ അനുഗ്രഹിക്കാനുള്ള അങ്ങേയറ്റത്തെ ഒരു തത്വവിശേഷം തന്നെയാണ് ഗണപതി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട് കാമാസുരൻ, ക്രോധാസുരൻ, ലോഭാസുരൻ, മോഹാസുരൻ, ഇങ്ങനെയുള്ള ഓരോരോ അസുരന്മാരെ കൊല്ലാനായിട്ട് ഈ ഭഗവാൻ മുരുകൻ തന്നെ അവതരിക്കുന്നു എന്ന്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ തത്വം ചെറിയ തോതിലൂടെ അവസാനിപ്പിക്കാം. വക്രതുണ്ടാവതാരശ, വക്രതുണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ അവതരിച്ചു. ദേഹിനാം ബ്രഹ്മധാരക മത്സ്യാസുരഹന്ത, മത്സരാസുരനാണ്. മത്സരാസുരഹന്തായ നൃസിംഹവാഹന സ്മൃത. അപ്പൊ ഏതായാലും സസിംഹവാഹന സ്മൃത, സിംഹത്തിന്റെ ഉപരി കയറിയിരുന്നു കൊണ്ട് സിംഹം ആരൂഢമായ അല്ലെങ്കിൽ വാഹനമായിട്ട് മത്സരാസുരനെ കൊല്ലാനായിട്ട് വക്രതുണ്ട അവതാരം എടുത്തു എന്നാണ്. മത്സരാസുരൻ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാം തന്നെ മത്സരത്തെ ഒരു അസുരനാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ സനാതന ധർമ്മത്തെ, ഹൈന്ദവ സംസ്കാരത്തെ ഒരു പ്രത്യേക രീതിയിൽ സമീപിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ അബദ്ധം പിണയും. മത്സരാസുരൻ, അങ്ങനെ ഒരു അസുരൻ ഉണ്ടായി എന്നോ അങ്ങനെയുള്ള അസുരൻ ജനിച്ചു വളർന്നു വന്നപ്പോൾ ഇങ്ങനെ ഭഗവാൻ അവതരിച്ചിട്ട് അയാളെ തല്ലിക്കൊന്നു എന്നോ ഒന്നും ചിന്തിക്കരുത്. അവിടെ മത്സരാസുരൻ നമ്മുടെ ഉള്ളിലുള്ള നിത്യവുമുള്ള, ജനിച്ചപ്പോഴുള്ള, ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു അസുരനാണ് മത്സരാസുരൻ. മാത്സര്യം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അതിൽ ഈ മാത്സര്യം എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷം നമ്മളിൽ ഉള്ളപ്പോൾ ഒരു അസുര സ്വഭാവമാണ്. അത് വാസ്തവത്തിൽ മനുഷ്യത്വമല്ല, ദൈവത്വമല്ല, ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥ അതില്ലാതെയാക്കാൻ ഗണപതി വരുന്നു വക്രതുണ്ടനായിട്ട് എന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത്, കാമമായാലും ക്രോധമായാലും മോഹമായാലും മതമായാലും മാത്സര്യമായാലും ഇത്തരത്തിൽ ഷഡ്വൈരികളെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ അഷ്ടവൈരികളെന്ന് രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ പറയാറുണ്ട്. ഇതിനെ എല്ലാം തന്നെ നിഗ്രഹിക്കാൻ ഗണപതി തന്നെ വേണമെന്ന് ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. മൂലാധാരത്തിൽ ഇരിക്കുന്നു ഗണപതി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പതുക്കെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന ഓരോരോ തട്ടുകൾ അതിക്രമിച്ചാണ് കയറുക. ആ അതിക്രമിച്ച് കയറുമ്പോൾ അവിടെയെല്ലാം തന്നെ ഓരോരോ അസുരന്മാരെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഗണപതി നമ്മളെ ഇങ്ങനെ ഉണർത്തി ഉയർത്തിക്കൊണ്ടുപോരുന്നു എന്ന്. അങ്ങനെ അസുരന്മാരെ നിഗ്രഹിക്കുമ്പോൾ ആ ഭഗവാന്റെ വേഷം ഓരോരോ സന്ദർഭത്തിൽ ഓരോന്ന്. അതോടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഏകദന്തൻ ആരാണ്? ഏകദന്ത അവതാരോ വൈദേഹിനാം ബ്രഹ്മധാരക മതാസുരസ്യ ഹന്താസ ആഘുവാഹനക സ്മൃത. എലിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ഭഗവാൻ മതാസുരനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ പേര് ഏകദന്തൻ എന്നാണ്. അപ്പൊ ഇതെല്ലാം ഗണപതി തത്വത്തിൽ നമ്മൾ രൂഢമൂലമായിട്ട് പഠിച്ചറിയേണ്ട സംഗതികളാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള തത്വമാണ് ഗണപതി എന്ന് വന്നില്ലേ? നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കാമക്രോധാദികളെ മുഴുവൻ നിഗ്രഹിക്കാൻ ഓരോരോ അവതാരങ്ങൾ എടുക്കുന്ന ഈശ്വര സ്വരൂപം എന്ന് വന്നില്ലേ? ഇതിലപ്പുറം എന്ത് തത്വമാണ് നമുക്ക് പറയാനുള്ളത്? അപ്പൊ എല്ലാ തരത്തിലും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തത്വം ഈ ഗണപതിയുടെ കാര്യത്തിലുണ്ട്. ഇതൊന്നുമല്ല, അനവധി ദിവസം നമുക്ക് ചിന്തിക്കാൻ ഉള്ള അവസ്ഥാവിശേഷം ഗണപതിക്കുണ്ട്. ഗണപതിയുടെ രൂപം ചിത്രകാരന്മാർ വരച്ചു വെച്ചപ്പോൾ എന്തുകൊണ്ടാ രൂപം എന്നെല്ലാം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് ഓരോരോ കാലഘട്ടത്തിൽ ഭക്തന്മാർ ഇങ്ങനെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ആരാധ്യനായിരിക്കുന്ന ഗണപതിയുടെ ഭാവം ബൃഹത്താണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. വളരെയേറെ ബൃഹത്തായിരിക്കുന്ന ഒരു തത്വമാണ് ഗണപതി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആദ്യം നിങ്ങൾ വായിച്ചാൽ കേട്ട് കാണും, എന്താണ് വാസ്തവത്തിൽ അങ്ങ് തത്വമസി ആണ് എന്ന്. തത്വമസി, തത്വം, അത് നീ. അപ്പോൾ അത് നീ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്ന ആ ഈശ്വര സ്വരൂപമാണ് നീ എന്ന് വന്നില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെല്ലാവരും തന്നെ ബ്രഹ്മസ്വരൂപമാണെന്ന് ഉറപ്പിക്കാനുള്ള തത്വമാണ് സാക്ഷാത് ഗണപതി എന്ന് വന്നില്ലേ? തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതും തത്വം എന്ന് പറയുന്ന രണ്ട് പദങ്ങളാണ്. തത്, അത്, ത്വം, നീ, അത് നീ. അതാണ് തത്വമസിയിൽ അടങ്ങിയിരിക്കുന്നത്. അതും ഈ പറയുന്ന ഗണപതി തന്നെ എന്നിങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക സാധനാ സമ്പ്രദായത്തിൽ ഇത്രമാത്രം ശക്തമായിട്ടുള്ളൊരു അനുഗ്രഹദാതാവിനെ നമുക്ക് വേറെ കിട്ടാനില്ല എന്ന് പറയാൻ ചുരുക്കത്തിൽ.